വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ആരും ഇറങ്ങാത്ത ആ റെയിൽവേ സ്റ്റേഷനിലെ രഹസ്യം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വേഗത്തിൽ ഓടുന്ന ഒരു ട്രെയിനിന്റെ ജനലിലൂടെയുള്ള കാഴ്ച. പുറത്ത് മരങ്ങളും പാടങ്ങളും മിന്നിമറയുന്നു. ക്യാമറ പതുക്കെ ട്രെയിനകത്തേക്ക് വരുന്നു. 20കളുടെ അവസാനത്തിൽ പ്രായം തോന്നിക്കുന്ന ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളുള്ള അർജുൻ, അതാണ് നമ്മുടെ കഥാനായകൻ, പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ചില യാത്രകൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കല്ല നമ്മളെ എത്തിക്കുക, അതിലും വിചിത്രമായ ചില ലോകങ്ങളിലേക്കായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു യാത്രക്കാരൻ പോലും ഇറങ്ങാനില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനെ പറ്റി? ദിവസവും ട്രെയിനുകൾ നിർത്താതെ പോകുന്ന, എന്നാൽ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും ഒരാൾ കാത്തു നിൽക്കുന്ന ഒരിടം. ഇന്ന് നമ്മൾ പോകുന്നത് ആ കഥയുടെ പിന്നാലെയാണ്. ബാലനിലാപുരം എന്ന ആ പഴയ റെയിൽവേ സ്റ്റേഷനിലേക്ക് അർജുൻ ഒരു ലോക്കൽ പാസഞ്ചർ ട്രെയിനിൽ വന്നിറങ്ങുന്നു. അവൻ മാത്രമാണ് അവിടെ ഇറങ്ങുന്നത്. ട്രെയിൻ നീങ്ങിത്തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ഒറ്റപ്പെടൽ അവന്റെ മുഖത്ത് കാണാം. സ്റ്റേഷൻ വിജനമാണ്. തുരുമ്പിച്ച ഇരിപ്പിടങ്ങൾ, ഓടാത്ത ക്ലോക്ക്, പൊടിപിടിച്ച ജനാലകൾ, കാറ്റിന്റെ ഒരു നേരിയ ശബ്ദം മാത്രം. അർജുൻ, ഇതാണ് ബാലനിലാപുരം. കേട്ടറിഞ്ഞതിലും ഭംഗിയുണ്ട്, അതിനേക്കാൾ വലിയൊരു നിശബ്ദതയുമുണ്ട്. ഇവിടെ അടുത്തൊരു ചായക്കടയുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. നമുക്ക് അവിടുത്തെ ചേട്ടനോട് ഈ നാടിന്റെ കഥയൊന്ന് ചോദിച്ചറിയാം. അർജുൻ സ്റ്റേഷന് പുറത്തുള്ള ഒരു ചെറിയ ചായക്കടയിലേക്ക് നടക്കുന്നു. കുട്ടൻ ചേട്ടൻ എന്ന പ്രായമായ ആൾ ചായ അടിക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. അർജുൻ, ചേട്ടാ ഒരു ചായ. കുട്ടൻ ചേട്ടൻ ചായ അടിച്ചുകൊണ്ട്, ഇവിടെ പുതിയ ആളെ കാണാറില്ലല്ലോ, എന്തു വേണം? അർജുൻ, ഞാൻ ഈ സ്റ്റേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വന്നതാണ്. ഇവിടെ രാത്രിയായാൽ ഗോപാലൻ സ്റ്റേഷൻ മാസ്റ്ററുടെ ആത്മാവിനെ കാണാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? കുട്ടൻ ചേട്ടൻ ഒരു നിഗൂഢമായ ചിരിയോടെ, ആത്മാവോ? അതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസം. പക്ഷെ ഒന്നുണ്ട്, ഗോപാലട്ടൻ ഒരു കാത്തിരിപ്പിലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റേഷൻ സജീവമായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രണയിനി ഒരു രാത്രി അവസാനത്തെ ട്രെയിനിന് വരുമെന്ന് വാക്ക് കൊടുത്ത് പട്ടണത്തിലേക്ക് പോയതാ. അവർ വന്നില്ല. പക്ഷേ എന്നും രാത്രി അവസാന ട്രെയിനിന്റെ സമയത്ത് ഗോപാലട്ടൻ ആ പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽക്കുമായിരുന്നു. മരിച്ചിട്ടും ആ കാത്തിരിപ്പ് മാറിയിട്ടില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. സന്ധ്യയാവുന്നു. അർജുൻ കയ്യിലൊരു ടോർച്ചുമായി സ്റ്റേഷനകത്തേക്ക് തിരികെ വരുന്നു. ഭയവും ആകാംക്ഷയും നിറഞ്ഞ മുഖം. കാറ്റിന്റെ ശബ്ദം കൂടുന്നു. ദൂരെ ഒരു ട്രെയിനിന്റെ ചൂളം വിളി കേൾക്കാം. അർജുൻ, കുട്ടൻ ചേട്ടൻ പറഞ്ഞ കഥ കേട്ടപ്പോൾ എൻ്റെ ആകാംക്ഷ കൂടി. ഇതൊരു പ്രേതകഥയാണോ അതോ തീരാത്ത പ്രണയത്തിന്റെ കഥയാണോ? ഇരുട്ട് വീണാൽ ഈ പ്ലാറ്റ്ഫോമിൽ ആ കാത്തിരിപ്പിന്റെ ആത്മാവ് ഉണരുമെങ്കിൽ എനിക്കത് കാണണം. അർജുൻ പതുക്കെ സ്റ്റേഷൻ മാസ്റ്ററുടെ പഴയ റൂമിലേക്ക് നടക്കുന്നു. വാതിൽ ഒരു ഞെരുക്കത്തോടെ തുറക്കുന്നു. പ്രായം ചെന്ന ക്ഷീണിതനായ ഒരു മനുഷ്യൻ ഒരു പഴയ റാന്തൽ വിളക്ക് തുടച്ചുകൊണ്ടിരിക്കുന്നു. അർജുൻ ഭയം മാറി അത്ഭുതത്തോടെ ആ മനുഷ്യനെ നോക്കുന്നു. അത് പ്രേതമല്ല, ജീവനുള്ള ഒരു മനുഷ്യനാണ്. അർജുൻ പതർച്ചയോടെ, ആരാണ്? വയസ്സായ മനുഷ്യൻ മുഖമുയർത്തി നോക്കി ശാന്തമായ ശബ്ദത്തിൽ, ഞാൻ ഗോപാലൻ, ഈ സ്റ്റേഷന്റെ പഴയ മാസ്റ്റർ. അർജുൻ, ഗോപാലനോ? പക്ഷെ നിങ്ങൾ മരിച്ചുപോയി എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഗോപാലൻ ഒരു നേർത്ത പുഞ്ചിരിയോടെ, ശരീരമല്ലേ മരിക്കൂ, ഓർമ്മകൾക്ക് മരണമില്ലല്ലോ മോനെ. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് അർജുൻ്റെ അടുത്തേക്ക് വരുന്നു. ഗോപാലൻ, എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പ്രണയിനിയെയാണ് കാത്തിരിക്കുന്നതെന്നാ. പക്ഷേ എൻ്റെ കാത്തിരിപ്പ് അതിലും വലുതാണ്. അദ്ദേഹം തൻ്റെ പഴയ പെട്ടി തുറന്ന് അതിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടിയുടെ മങ്ങിയ ഫോട്ടോയും ഒരു വെള്ളിക്കൊലുസും പുറത്തെടുക്കുന്നു. ഗോപാലൻ, ഇതെൻ്റെ മോളാ, മല്ലിക. കലശലായ അസുഖം വന്നപ്പോൾ അവളെ ചികിത്സിക്കാൻ വേണ്ടി ബന്ധുക്കളുടെ കൂടെ പട്ടണത്തിലേക്ക് അയച്ചതാ. അച്ഛാ, അടുത്ത ട്രെയിനിന് ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞ അവൾ പോയത്. ഓരോ ട്രെയിൻ വരുമ്പോഴും എൻ്റെ മോള് ഇറങ്ങി വരുമെന്ന് സ്വപ്നം കണ്ട് ഞാൻ ഇവിടെ കാത്തിരുന്നു. പക്ഷേ അവൾ വന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നു. അർജുൻ, ആ നിമിഷം ബാലനിലാപുരത്തെ പ്രത്യേകത എൻ്റെ മുന്നിൽ ഒരുകിപ്പോയിരുന്നു. അതൊരു പ്രണയകഥയായിരുന്നില്ല, അതിനേക്കാൾ ആഴമുള്ള
ഒരച്ഛൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത വാത്സല്യത്തിൻ്റെ കഥയായിരുന്നു. നാട്ടുകാർക്ക് അതൊരു കെട്ടുകഥ, പക്ഷേ ഗോപാലേട്ടൻ അതൊരു ജീവിതമായിരുന്നു. കാലം അർജുൻ സ്റ്റേഷനിൽ നിന്ന് മടങ്ങാൻ തയ്യാറെടുക്കുന്നു. ദൂരെ പ്ലാറ്റ്ഫോമിൽ ഗോപാലൻ എന്ന അച്ഛൻ കയ്യിൽ ആ വെള്ളിക്കൊലുസുമായി ഇന്നും ആരുടെയോ വരവും കാത്തിരിക്കുന്നു. അർജുൻ അദ്ദേഹത്തെ ദൂരെ നിന്ന് നിറകണ്ണുകളോടെ നോക്കുന്നു. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം പറയാൻ ബാക്കി വെച്ച ചില ജീവിതങ്ങളുണ്ടാകും. നിലാപുരം എന്നെ പഠിപ്പിച്ചത് അതാണ്. ഇതൊരു പ്രേതത്തിന്റെ കഥയല്ല, മരിക്കാത്ത ഓർമ്മകളുടെ അവസാനിക്കാത്ത കാത്തിരിപ്പിന്റെയും കഥയാണ്. ചില കാത്തിരിപ്പുകൾക്ക് മരണമില്ല, ചില ഓർമ്മകൾക്ക് അവസാനവുമില്ല. ബാലനിലാപുരത്തെ പോലെ നിങ്ങളുടെ നാട്ടിലും മറഞ്ഞിരിക്കുന്ന കഥകളുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.